ഹലോ ഗൈസ്, ഇപ്പം എവിടെ നോക്കിയാലും സോയിൽ ക്ലേ ഇല്ലേ? എങ്കിൽ നമുക്കും ഒന്നും ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമൊന്നുമല്ല, നല്ല പാടാണ്. കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണെടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഇതെൻ്റെ പരീക്ഷണം മാത്രമാണ്. സക്സസ് ആവോ ഇല്ലേന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത്രയെങ്കിലും മണ്ണ് കിട്ടാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, കാരണം ഇവിടെയൊന്നും മണ്ണേ ഇല്ല. ഇവിടെ ഫുൾ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് മണ്ണ് കിട്ടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ആ കിട്ടിയ മണ്ണിലോട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഒരു കമ്പ് വെച്ച് നല്ലപോലെ ഇളക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കട്ടി വെച്ചിരിക്കുന്ന മണ്ണൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഒരു ബക്കറ്റിലോട്ടൊരു തോർത്ത് വിരിച്ചിട്ട് ഇത് നല്ലപോലെ നരച്ചെടുക്കണം. ഞാനെടുത്ത മണ്ണിനെക്കാട്ടി കൂടുതൽ കല്ലുകളായിരുന്നു, പല സൈസിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കല്ലുകൾ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2-3 വട്ടം അരിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഇത്രയും തരിതരിയായിട്ട് കിട്ടി. പിന്നെ ഞാൻ ഈ തരികളിലും കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര ചെറിയ ചെറിയ കല്ലുകളായിട്ട് കിട്ടി. എന്നിട്ട് ഞാൻ ഈ തോർത്തൊന്ന് കഴുകിയിട്ട് ഒന്നും കൂടെ ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മൾ ക്ലേ നല്ലപോലെ സോഫ്റ്റായിട്ട് വരും എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തതിൽ കണ്ടത്. അപ്പോൾ ഞാനൊന്നും അനക്കാതെ വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ്. രാവിലെ എണീച്ച് നോക്കിയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം മുകളിലുള്ള വെള്ളം അത്ര ഞാൻ കപ്പ് ഉപയോഗിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ ചരിച്ച് കളയാൻ നോക്കിയപ്പോഴത്തേക്കും അടിയിലുള്ള ചെളിയും കൂടെ ഒന്ന് മിക്സ് ആയിപ്പോയി. ശരിക്കും ഞാൻ പെട്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമില്ല, അടിയിൽ ക്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ബക്കറ്റിൽ ഒരു കോട്ടൺ മുണ്ട് രണ്ടായിട്ട് മടക്കി ഇത്തിരി കട്ടിയാക്കിയിട്ട് ഈ ക്ലേ എല്ലാം കൂടെ അതിലിങ്ങനെ ഒഴിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് ഇത്തിരി കട്ടിയായിട്ട് കിട്ടിയപ്പോൾ എനിക്കൊരു സംതൃപ്തിയായി, കാരണം ഞാൻ കണ്ട വീട്ടിലൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കിഴി കെട്ടി കുറച്ച് നേരം തൂക്കിയിട്ട് ഞാൻ ഒരു 1-2 മണിക്കൂർ ഞാൻ ഇങ്ങനെ അതിനെ തൂക്കിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ ഒരു പലക വെച്ചിട്ട് ഈ തുണി വിരിച്ച് വെച്ച് ഈ ക്ലേ എല്ലായിടത്തും ആവണ പോലെ സ്പ്രെഡാക്കി വെച്ചു. ഇത് എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ സ്പ്രെഡാക്കണം, അല്ലെങ്കിൽ ഒരിടത്ത് കൂടിപ്പോയി ഒരിടത്ത് കുറഞ്ഞു പോയി. അപ്പോൾ ആ കുറഞ്ഞു പോയ സ്ഥലത്ത് പെട്ടെന്ന് ഉണങ്ങി പിടിക്കുക, അത് കല്ല് പോലെ ആയിപ്പോവും. മറ്റത് ഉണങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ലപോലെ സ്പ്രെഡാക്കിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. പക്ഷേ ഞാൻ ക്ലേ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ മഴയായിരുന്നു, അപ്പം വെയിൽ എനിക്കധികം കിട്ടാറില്ലായിരുന്നു. പിന്നെ കിട്ടിയ വെയിൽ ഞാൻ വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്, പക്ഷേ വെയിലും എടുക്കാൻ മറന്നു. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് വിള്ളൽ പോലെ വരും. അപ്പോൾ അതിൽ നിന്ന് ഇളക്കിയെടുത്ത് എല്ലാ ക്ലേയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത്തിരി വലിയ ക്ലേ ആക്കാം. ഇത്രയും കിട്ടുമോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇത് വെച്ച് എന്തുണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.